തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, പക്ഷേ അധികം ദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 28-ാം വാക്യം. ആത്മീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട അനേക മുന്നറിയിപ്പുകൾ അടങ്ങിയിരിക്കുന്ന സംഭവമാണ് ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടും കനാനിലേക്കുള്ള യാത്രയും. ഫറവോന്റെ അടിമയിലായിരിക്കുന്ന ദൈവജനം സാത്താന്റെ പിടിയിൽ അകപ്പെട്ട നമ്മുടെ ആത്മാവാണ് എന്നത് കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലായിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അനുദിനം നിറയ്ക്കുവാനും ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അനുസരിച്ച് നയിക്കപ്പെടുവാനും കഴിയുമ്പോഴാണ് ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ദൈവമക്കളാകും എന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ആത്മ സ്വഭാവമുള്ളവരാകും എന്നും സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഫറവോൻ ഭരിക്കുന്ന ദേശത്ത് അവന്റെ ആജ്ഞയ്ക്കും അധികാരത്തിനും കീഴ്പ്പെട്ട് കിടക്കേണ്ടി വരുന്ന ദൈവജനത്തെ പോലെ നമ്മുടെ ആത്മാവ് സാത്താന്റെ പിടിയിൽ അകപ്പെട്ടും അവന്റെ നിയന്ത്രണത്തിന് വിധേയമായും ജീവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ജഡത്തിലുള്ളവരും ജഡിക ചിന്തയിൽ അകപ്പെട്ടവരുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവജനത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കുക എന്നത്. ഈ ആരാധനയ്ക്ക് പോലും ഫറവോന്റെ അഥവാ സാത്താന്റെ അനുവാദം ലഭിക്കേണ്ട ഗതികേടിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. കഴിഞ്ഞ ലക്കത്തിൽ ഫറവോന്റെ രാജ്യത്ത് നിന്ന് വിട്ടുപോകാതെ അവന്റെ അടിമയായി തന്നെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഫറവോൻ നൽകുന്ന അനുവാദത്തെക്കുറിച്ച് അഹങ്കാരത്തിന്റെ അടിമത്വം എന്ന സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇന്ന് അതിനേക്കാൾ രസകരമായ ഫറവോന്റെ ഒരു ഔദാര്യ നിർദ്ദേശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ ആരാധിക്കുവാനായി ഞാൻ വിട്ടയക്കാം, പക്ഷേ അധികം ദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എത്ര രസകരവും തന്ത്രപൂർണവുമായിരിക്കുന്നു സാത്താൻ നമുക്ക് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം. നാം അറിയാതെ തന്നെ ഇത്തരം ആത്മീയ അടിമത്തത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അധികം ദൂരത്ത് മാത്രം പോകരുത് എന്ന നിർദ്ദേശത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണോ? പൊയ്ക്കോ, പക്ഷേ തിങ്കളാഴ്ച മുതൽ എൻ്റെ കസ്റ്റഡിയിൽ തിരിച്ചു വന്നുകൊള്ളണം. വെള്ളിയാഴ്ച ഉപവസിക്കണോ? ഉപവസിച്ചു, പക്ഷേ ഉപവാസ ശേഷം തിരിച്ച് എൻ്റെ കസ്റ്റഡിയിൽ വരണം. എന്തിന്? വലിയ നോമ്പ് പോലും അവസാനത്തെ ഒരാഴ്ച നോക്കി സാത്താനെ നാം തൃപ്തിപ്പെടുത്താറില്ലേ? അധികം ദൂരത്ത് പോകണ്ട, ആത്മീയമായ അധിക വളർച്ച നിങ്ങൾക്ക് വേണ്ട എന്നതാണ് സാത്താന്റെ താല്പര്യം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം തന്നെ അനേക തവണ മോശയോടും അഹരോനോടും കലഹിച്ച് ഞങ്ങൾക്ക് മിസ്രൈമിലെ ഫറവോന്റെ അടിമത്തമായിരുന്നു ഈ മരുഭൂമിയിലെ സ്വാതന്ത്ര്യത്തെക്കാൾ നല്ലത് എന്ന് പുറപുറത്ത് മിസ്രൈമിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. സാത്താന്റെ നിയന്ത്രണത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ആത്മീയതയാണ് ഇന്നത്തെ എല്ലാ ആത്മീയ അപജയത്തിനും കാരണം. അധികം ദൂരത്ത് മാത്രം പോകരുത് എന്ന അവന്റെ നിർദ്ദേശം ദൈവജനമെന്ന് അഭിമാനിക്കുന്ന നമ്മളെല്ലാവരും കണ്ണുമടച്ച് സ്വീകരിച്ചിരിക്കുന്നു. പള്ളി ആരാധനയിൽ ഭയഭക്തിയോടെ കൈതൊഴുത് വന്നു നിന്ന് നാം ആരാധിക്കും. പക്ഷെ ആരാധന കഴിഞ്ഞാലുടൻ നടക്കുന്ന പൊതുയോഗത്തിൽ മൈക്കിന്റെ കാലൂരിയും കസേര പൊക്കിയും പരസ്പരം പോരടിക്കും. പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രം അച്ഛന്റെ മുൻപിൽ പോയി മുട്ടുകൂത്തി കുമ്പസാരിക്കും. പക്ഷെ പാവമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പള്ളിയിലെ പെരുന്നാളുകളിലും വീടുകളിലെ ആഘോഷങ്ങളിലും എല്ലാം മുൻപിൽ കുരിശും കർത്താവിന്റെ പടവും എല്ലാം നാം കാണിക്കും. ബാക്കിയെല്ലാം നമ്മുടെ തന്നിഷ്ടം പോലെ നടന്നിരിക്കും. ആത്മീയത അധികം ആഴത്തിലേക്ക് പോകണ്ട എന്ന ഫറവോന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് ആധുനിക ക്രിസ്ത്യാനി. അതുകൊണ്ട് പ്രാർത്ഥനയും ആത്മീയതയും എല്ലാം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയോ മാത്രമായി തരം താണിരിക്കുന്നു. ദൈവ ദർശനം, ദൈവത്തോട് ചേർന്നുള്ള സഞ്ചാരം, ദൈവീകരണത്തിലേക്കുള്ള വളർച്ച തുടങ്ങി ആത്മീയതയുടെ വലിയ ലക്ഷ്യങ്ങളെല്ലാം ഇന്ന് വിസ്മരിക്കപ്പെട്ടു പോയിരിക്കുന്നു. സ്നേഹിക്കുവാനുള്ള ആഗ്രഹത്തിനും പ്രവർത്തിക്കുവാനുള്ള ആത്മാർത്ഥതയ്ക്കുമെല്ലാം ആഴം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് സ്നേഹം അഭിനയിക്കപ്പെടുകയും ആത്മാർത്ഥത പ്രകടിപ്പിക്കപ്പെടുകയും മാത്രമാണ് പലയിടത്തും നാം കാണുന്നത്. കർത്താവ് പത്രോസിനെ വിളിക്കുന്ന ഭാഗത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ആഴത്തിലേക്ക് നീക്കി വല വീശുവീൻ. ലൂക്കോസിന്റെ സുവിശേഷം 5:4. ഇന്ന് ആഴത്തിലുള്ള ആത്മാവിന്റെ അന്വേഷണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. പരപ്പിൽ തപ്പി തൃപ്തിപ്പെടുന്ന സമൂഹത്തെയാണ് എവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഫറവോന്റെ മറ്റൊരു നിർദ്ദേശം ഈ ഭാഗത്ത് നാം കാണുന്നത് എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം എന്നതാണ്. ഇന്ന് സാത്താന്റെ വിളയാട്ടം ലോകത്തിൽ തിമിർത്താടി നടക്കുന്നതിന് പ്രധാന കാരണം നമ്മൾ സാത്താന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പല പ്രാർത്ഥനകളും ചെന്നെത്തുന്നത് സാത്താന്റെ വിജയത്തിലേക്കാണ്. നമ്മുടെ സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും സകല തിന്മയെയും ന്യായീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അത് സാത്താന്റെ വിജയമാണ്. അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി അത് രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ
നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ എന്ന് റോമാലേഖനം 8:9 പൗലോസ് ശ്ലീഹ പറയുന്നു. ആ ആഹ്വാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സാത്താൻ്റെ ആഹ്വാനങ്ങളും സാത്താൻ്റെ നിർദ്ദേശങ്ങളും നിരസിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.